ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വാക്യങ്ങൾ. എങ്കിലും ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്നത്തെ കൊരിന്ത്യ സഭയിൽ ഉള്ള വിശ്വാസികൾ പലർക്കും പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റതെ വിശ്വസിക്കുവാൻ കഴിയാത്ത വണ്ണം പലരും ഇങ്ങനെ പറഞ്ഞ് ഇനി മരിച്ചു പോയാൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി പൗലോസ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് 1-ാം വാക്യം മുതൽ വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും. സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് വേണ്ടി മരിച്ചതും കർത്താവ് തന്റെ ജീവനെ യാഗമായി കൊടുത്തതും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നതുമാണ് സുവിശേഷം. അതാണ് പൗലോസ് ഞാൻ നിങ്ങളുടെ സുവിശേഷവും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വ്യർത്ഥമല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചു കൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വചനപ്രകാരം കർത്താവ് ചെയ്ത് മരിച്ച് വചനപ്രകാരം മരിച്ചതിന് വേണ്ടിയാണ്. സകല മാനവരാശിയുടെ പാപത്തിന് വേണ്ടിയാണ്. നമ്മുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല, സകല മനുഷ്യർക്കും യാർ എന്റെ പാപത്തെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തെ വിടുവിച്ചതിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയെ പ്രാപിക്കുവാൻ കഴിയും. നമ്മൾ അങ്ങനെ രക്ഷ പ്രാപിച്ച അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിന് പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിന് പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. നമുക്കറിയാം, ക്രൂശിൽ യേശു കർത്താവ് മരിച്ചപ്പോൾ വിശ്വാസം വിചാരിച്ച് എല്ലാം അവസാനിച്ച് ഇനി ഒരു കുഴപ്പമില്ല, ഇനി എന്നെ നിയന്ത്രിക്കാൻ ഇനി ആരുമില്ല എന്ന് വിചാരിച്ച സമയം വചനം പറഞ്ഞ് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. ഇന്ന് ലോകമെങ്കും ആഘോഷിക്കുന്നത് എന്താണ്? ഈസ്റ്റർ. ഈസ്റ്റർ പറഞ്ഞ എന്താണ്? ഉയർത്തെഴുന്നേറ്റ ദിവസം. പക്ഷെ യഥാർത്ഥ സത്യത്തിൽ നമ്മളാണ് ആഘോഷിക്കുന്നത്, നമ്മളാണ് വിശ്വസിക്കുന്നത്. എന്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കാതാകുന്നുണ്ടോ? അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് വേസ്റ്റ്. കർത്താവ് എന്റെ പാപത്തിന് വേണ്ടി മരിച്ച് എന്റെ പാപത്തിന് വേണ്ടി അടക്കപ്പെട്ട് 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റ് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഗുണം. വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ വെറുതെ വന്ന് ഇരുന്നിട്ട് പുറത്ത് തുല്യമാണ്. പിന്നെ നിത്യത്തിൽ നമുക്ക് എത്താൻ കഴിയത്തില്ല. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും ആർക്കാണ്? പത്രോസിനും അവൻ പ്രത്യക്ഷനായി. പിന്നെ 11-ക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ച് തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. പൗലോസ് ഇവിടെ പറയുന്ന കാര്യം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആർ കണ്ട്? പത്രോസ് കണ്ട്. കർത്താവ് ഉയർത്തെഴുന്ന കർത്താവ് തനക്ക് പ്രത്യക്ഷനായി എന്ന് പത്രോസ് കണ്ട്. പത്രോസ് മാത്രമല്ല, എല്ലാ 11 ശിഷ്യന്മാരും ദൈവത്തെ കണ്ട്. അല്ലെങ്കിൽ 500-ലധികം പേർ യേശു കർത്താവ് വിശ്വസിച്ച് അനേകർ ചെയ്ത് അവർക്ക് പ്രത്യക്ഷനായി.
എന്ന് പറഞ്ഞിട്ട് അവസാനം വരെ അവൻ യാക്കോബിൽ പിന്നെ അപ്പോസ്തലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. പഴയ അപ്പോസ്തലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായതുപോലെ അവസാനം യേശു കർത്താവ് എനിക്കും പ്രത്യക്ഷനായി. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് പൗലോസ് ഇവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ അവനും എനിക്ക് പ്രത്യക്ഷനായി. അതുകൊണ്ട് നമുക്ക് മരിച്ചാലും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? ഉയർത്തെഴുപ്പ് ഉണ്ട്. അല്ലെങ്കിൽ കർത്താവ് വരും മുൻപേ നാം മരിച്ചാൽ കർത്താവിന്റെ വരവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേക്കും. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിன்றது സത്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 31-32 വാക്യം വായിക്കാം. നമുക്കറിയാം ഇത് എവിടെയാണ്? പരിശുദ്ധാത്മാ ഒരുമിച്ച് കൂടിയ 120 പേർ ദൈവത്തിന്റെ ആത്മാ വന്നപ്പോൾ പത്രോസ് ആദ്യമായി എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ പത്രോസ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനർദാനം മുൻപ് കൂടി കണ്ട് പ്രസ്താവിച്ച് ഈ യേശുവിന്റെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ ആകുന്നു. അപ്പോസ്തലന്മാർ പിന്നെയും എന്തുകൊണ്ട് ഈ വാക്യങ്ങൾ അവർ ഉറപ്പിക്കുന്നത്? കർത്താവ് ഉയർത്തെഴുന്നത് പ്രത്യക്ഷനായി. പക്ഷെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്ത് அதை ഉറപ്പിക്കുന്നുണ്ട്. അതിന് സാക്ഷികൾ ഞങ്ങളാണ്. ഉയർത്തെഴുന്ന ക്രിസ്തുവை ഞങ്ങൾ കണ്ട്, ഉയർത്തെഴുന്ന യേശുവை ഞങ്ങൾ കണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം ഘോഷിക്കുന്നത്. അതേ അപ്പോസ്തല പ്രവൃത്തി 4:33 വായിക്കാമോ? സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനർദാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അന്ന് 120 പേർ ദൈവത്തിന്റെ ആത്മാ വന്നപ്പോൾ അവരെന്ത് ചെയ്ത്? അത് വിശ്വസിച്ച് ലോകമെങ്ങും പോയി എന്ത് ചെയ്ത്? സുവിശേഷം പറഞ്ഞു. സുവിശേഷം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് താമസ് എന്ന് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ കടന്നു വന്നു. മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനർദാനത്തിന് സാക്ഷ്യം പറഞ്ഞ് വന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേർ സാക്ഷ്യം വഹിക്കുന്നത്? ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തി എത്ര യേശുവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? പക്ഷെ അന്നത്തെ അപ്പോസ്തലന്മാർ ചെയ്ത് ഒരു മടി കൂടാതെ മഹാശക്തി കർത്താവായ യേശുവിന്റെ പുനർദാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. ഇനി സുവിശേഷം ഇനി വേറൊരു വ്യക്തി പോയി പറയേണ്ട ഒരു ആവശ്യമില്ല. യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ നാളും പറയണം, യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ മരിച്ച ദൈവമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പറഞ്ഞില്ലെങ്കിൽ നാളെ ദൈവം നമ്മളോട് ചോദിക്കും. നമ്മൾ അന്ന് ലജ്ജിച്ച് നിൽക്കരുത്. ഭൂമിയിൽ ഒരു ആത്മാ രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ വില എത്രയാണ്? മുഴു ലോകത്തെക്കാട്ടിലും വിലയുള്ളതാണ്. സ്വർഗത്തിൽ എന്താവും? ദൂതന്മാർ സന്തോഷിക്കും. ഈ ഭൂമിയിൽ ഓരോ വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിച്ച്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗം സന്തോഷിച്ച്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ സ്വർഗം സന്തോഷിച്ച്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ ഉയർത്തെഴുന്നത് ആഘോഷിക്കുക മാത്രമല്ല, നമ്മളും അപ്പോസ്തലന്മാരെ പോലെ സാക്ഷികൾ ആകണം. യേശുവിനെ പറയണം. പറയൂ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവ് തുറക്കുമ്പോൾ യേശുവിനെങ്കിലും കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ യേശുവിനെ അറിയാതിരുന്നപ്പോൾ നിങ്ങളുടെ ജീവിതമോ നിങ്ങൾ യേശുവിനെ അറിഞ്ഞ ഇപ്പോഴത്തെ ജീവിതമോ വ്യത്യാസമുണ്ടോ ഇല്ലയോ? നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ എവിടെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് അനുഭവിക്കപ്പെട്ട രീതിയിൽ ഉണ്ടെങ്കിൽ യേശുവിനെ ധൈര്യമായി കൊടുക്ക വേണ്ടിയ സമയമായി. യേശുവിനെ പറ്റി പറയാൻ വേണ്ടിയ സമയം ആയി. കർത്താവ് എന്തുകൊണ്ട് എഴുന്നേറ്റ് കൊണ്ട് എന്താണ് ഗുണം? കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, ഓക്കെ ശരി, അതുകൊണ്ട് എന്താണ് ഗുണം? ആർക്കാണ് ഗുണമുള്ളത്? നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്ന മുഖാന്തരമാണ് നിങ്ങൾ നാണോ വിശ്വാസികളായി മാറി. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞ എന്താണ്? കർത്താവ് എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി
വഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച് അടക്കം ചെയ്ത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. അത് മുഖാന്തരപ്പെടാൻ എന്താ ഞാൻ ആരായി? ദൈവമക്കളായി. ഞാൻ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്തുണ്ട്? എന്ത് അവകാശം? മക്കളുടെ അവകാശം ആണോ? കർത്താവ് പിശാച് ജയിച്ച് ആണോ? നിങ്ങൾ എത്ര പേര് ജയിച്ചിട്ടുണ്ട് പിശാചിനെ? കർത്താവ് പിശാച് ജയിച്ച് അങ്ങനെയെങ്കിൽ ആ അവകാശം കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിന് ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. നമ്മൾ അവകാശി എന്ന് പറയുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞ്. അതുകൊണ്ട് കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ എന്ത് പറഞ്ഞ്? സകലതും നിവൃത്തിയായി. ആ നിവൃത്തി ആയി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? താൻ ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി വന്നോ അത് കർത്താവ് ചെയ്ത് കഴിഞ്ഞ്. കർത്താവ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇനി ചെയ്യാൻ ഒന്നുമില്ല, സകലതും നിവർത്തിച്ച് കഴിഞ്ഞ്. അപ്പോൾ കർത്താവ് മൂന്നാം നാൾ ഉയർത്തതിനു ശേഷം വിശ്വസിക്കുന്ന എനക്കും നിങ്ങൾക്കും കർത്താവ് എന്ത് കൊടുത്ത്? ദൈവ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. മാത്രമല്ല ദൈവത്തിന്റെ അധികാരം ഇപ്പോൾ എന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലുമാണ്. പലപ്പോഴും പിശാചിനെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം പറയുന്നത് എന്താണ്? ഭയം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവ് ഭയത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയത്. ഏത് ആത്മാവ് ദൈവം നൽകിയത്? ശക്തിയുടെയും സ്നേഹത്തിന്റെയും സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവാണ് ദൈവം നമുക്ക് നൽകിയത്. എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവെങ്കിൽ കർത്താവിന് കൊടുത്ത അധികാരം എന്ത് ചെയ്യണം? ഞാൻ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ അധികാരത്തോടും സ്നേഹത്തോടും നിങ്ങൾ പറയുമെങ്കിൽ വിശ്വാസത്തോടെ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഈ പുനർദാനത്തിലൂടെ കർത്താവ് ആദ്യം നമ്മൾ എന്ത് ചെയ്തറിയാമോ? നീതീകരിച്ചു. കർത്താവ് വീഴ്ചയുടെ മുഖാന്തരം നമുക്ക് ചെയ്യപ്പെട്ട ആദ്യത്തെ കാര്യം ദൈവം നമ്മളെ നീതീകരിച്ചു. നമുക്ക് വായിക്കാം. റോമർ 4:24-25 വായിക്കാം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതികരത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാകയാൽ തന്നെ കർത്താവ് ചെയ്ത് നീതീകരിച്ച്. എങ്ങനെ നീതീകരിച്ച്? കർത്താവ് എന്നെ നിങ്ങൾ നീതീകരിച്ച് കർത്താവായ യേശുവിനെ മരിച്ചവനെ ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാൻ ഉള്ളതാകയാൽ തന്നെ. എന്താണ്? ആ കർത്താവായ യേശുവിനെ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്ന എനിക്ക് എന്ത് സംഭവിച്ച്? കർത്താവ് എന്നെ അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരം എന്നെ നീതീകരിച്ച്. നമ്മളുടെ പ്രവൃത്തി കൊണ്ടല്ല, എന്റെ നല്ല സേവകൾ കൊണ്ടല്ല കർത്താവ് എന്നെ നീതീകരിച്ചത്. ദൈവം വിശ്വസിച്ച് എന്നെ മരിച്ചത് ഉയർത്തെഴുന്നേറ്റ യേശുവെ വിശ്വസിച്ചത് കൊണ്ട് കർത്താവിനെ എന്തായി? എന്റെ പാവങ്ങളെല്ലാം അവൻ കഴുകി എന്നെ നീതിമാനായി മാറ്റി. അതുകൊണ്ടാണ് വചനം വന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങൾ നാളും ജീവിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിലാണ്. വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നാം ഈ ദൈവത്തിൽ ആശ്രയിക്കും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നാം ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മുടെ മുൻപിൽ വഴികൾ അടയ്ക്കപ്പെട്ടാലും നമുക്കറിയാം നമ്മുടെ കർത്താവ് വഴി തുറക്കും. അവൻ എന്നെ കൈവിടത്തില്ല. എന്റെ കരം പിടിച്ചവൻ എന്നെ മുൻപോട്ട് ജയത്തോടെ നടത്തുമെന്ന് എന്നും നാം വിശ്വസിക്കുന്നു. അപ്പോൾ വീഴ്ത്തെഴുന്ന മുഖാന്തരം നമുക്ക് എന്ത് സംഭവിച്ച്? കർത്താവ് നമ്മളെ നീതീകരിച്ച്. രണ്ടാമത് കർത്താവ് നമ്മളുടെ മരണത്തെ പരാജയപ്പെടുത്തി. ഇപ്പൊ നമുക്ക് മരിച്ചാൽ നമുക്ക് എന്തുണ്ട്? എന്റെ അപ്പന്റെ വീട്ടിൽ എത്താൻ കഴിയും. പണ്ട് അങ്ങനെയല്ല. മരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിയാണ് അല്ലെ? നേരത്തെ നമ്മൾ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്? പേടിയാണ്. എന്നാൽ ഇപ്പോൾ മരണം നമുക്ക് എന്താണ്? സന്തോഷമാണ്. എന്തുകൊണ്ട് സന്തോഷം? എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്താൻ പോകും. ഞാൻ അപ്പന്റെ കൂടെ വസിക്കാൻ പോകുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ എന്തില്ല? ഭയമില്ല.
അതുകൊണ്ട് വചനം അവൻ നമ്മളെ മരണത്തെ പരാജയപ്പെടുത്തി. വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക, ഇനി മരിക്കയില്ല. ദൈവം ഇനി മരിക്കത്തില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പോ എനിക്ക് വേണ്ടി കർത്താവ് ചെയ്ത് മറിച്ച് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്ന് അവൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ഞാൻ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്കും എന്തുണ്ട്? മരിച്ചാലും കർത്താവ് വരുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന്റെ വരവിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും.